അപ്പോൾ ഈ ഒരു ക്യൂബിനെ നമ്മൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഞാനിത് ബുദ്ധി വെച്ചിട്ടല്ല. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റുബിക്സ് ക്യൂബ്, ഈ ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ലേ, ചിലപ്പോൾ പകുതി വഴിയിൽ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മൊബൈലിൽ ക്രോം എടുക്കുക. ക്രോമിൽ പോയിട്ട് ക്യൂബിക് സോൾവർ എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ വരുന്നുണ്ടോ ജി റുബിക്സ് എന്ന് പറഞ്ഞിട്ട്, ആ ജി റുബിക്സ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത് കേട്ടോ, റുബിക്സ് ക്യൂബ് സോൾവർ 3x3x3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ദ 3D സോൾവർ നൗ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ആഡൊക്കെ വരുന്നുണ്ട്, നമുക്ക് ആഡൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടിയതുണ്ടോ, ഈ ഓപ്ഷനിൽ നമ്മളിത് ഇതുപോലെ പ്ലേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കളേഴ്സ് കണ്ടോ, ഈ 3 സൈഡിൽ അതേപോലെ ഇതിൽ കളേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഓറഞ്ച് എടുത്തു. ഓറഞ്ച് ഇവിടെയും വരുന്നുണ്ട്, പിന്നെ ഇവിടെ വരുന്നുണ്ട്, പിന്നെ ഇവിടെ പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ഇവിടെ, യെല്ലോ ഇവിടെയാണ് വരുന്നത്, ഇവിടെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വൈറ്റ് എടുത്തിട്ട് ഇതുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഗ്രീൻ, ഇവിടെ വൈറ്റ് നമ്മളൊന്നും കൊടുത്തതിന് കുഴപ്പമില്ല. പിന്നെ റെഡ്. ഓക്കെ, ഇതേപോലെയുള്ളത് ശരിയായി. 2 യെല്ലോ, റെഡ്, ഓറഞ്ച്, ഗ്രീൻ, ഓറഞ്ച്. ഇവിടെ ഇപ്പോൾ ബ്ലൂ, യെല്ലോ, വൈറ്റ്, ഓറഞ്ച്, വൈറ്റ്, ഇവിടെ റെഡ്, ഗ്രീൻ, റെഡ്. ഓക്കെ, ഇതിപ്പോൾ ഈ 3 സൈഡ് ശരിയായി. ഇനി നേരെ നമ്മൾ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഇപ്പോൾ റെഡിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 1 2 3 4 5. പിന്നെ ഗ്രീൻ എടുക്കുന്നു. അതേപോലെ എല്ലാ കളേഴ്സും നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, കാരണം നമ്മൾ ഈ പറയുന്ന പൊസിഷനിലല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളർ കൊടുക്കുന്നത് തെറ്റും. പിന്നെ ഇത് പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാമല്ലോ. ഓക്കെ, ഇനി നേരെ നമ്മൾ മുകളിലേക്ക് ആക്കി. അപ്പം മുകളിലേക്ക് ആക്കുന്ന സമയത്ത് ഇതിങ്ങനെ വന്നു. എവിടെയോ നമ്മൾ കൊടുത്തത് തെറ്റിയിട്ടുണ്ട്. ഇല്ല, ഓക്കെ, നമ്മളവിടെ കൊടുത്ത കളറ് മാറി ചെയ്തിട്ടുള്ളത്. അങ്ങനെ മാറിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, നമുക്ക് ആ ഭാഗം കറക്റ്റായിട്ട് കിട്ടില്ല. ഇവിടെ ഓറഞ്ച്, ഗ്രീനാണ്. ഓക്കെ, എല്ലാം ഓക്കെയാണ്. കണ്ടോ, ഇനി നമ്മളിവിടെ സോൾവ് ഇതിൻ്റെ അടിയിൽ കൊടുക്കാനും ഇല്ല. ഇതാണ് നമ്മൾ ഈ പൊസിഷൻ, ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ സോൾവ് എന്നൊരു ഓപ്ഷനാണ് ഉള്ളത്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. പറഞ്ഞ പോലെ കറക്റ്റായിട്ട് നമ്മളതുപോലെ തിരിക്കുക. തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പുറത്താണ് തിരിച്ചു വരുന്നത്. തിരിച്ച് ഇനി റെഡ് മുകളിൽ വരുന്ന പോലെ
സോൾവ് ആയി. ആ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സോൾവ് ആക്കാൻ പറ്റും. ഇത് ജസ്റ്റ് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളത് മാത്രമാണ്. ഇതേപോലെ നമ്മൾ കൂടുതൽ പ്രാവശ്യം നോക്കുക, ഇതിൻ്റെ പൊസിഷൻസൊക്കെ എങ്ങനെയാണ് മാറിയെന്നുള്ളതൊക്കെ നോക്കിയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൽ കുറേ പ്രാവശ്യം നമ്മൾ ഇതിനെ തിരിച്ചും മറിച്ചൊക്കെ തിരിച്ചതിന് ശേഷം വീണ്ടും അതിലൂടെ ചെയ്യുമ്പോൾ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിലധികം തവണ ഇതിന്റെ ഓരോ ഭാഗവും എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളത് ഇതേപോലെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന രീതിയിൽ നിങ്ങളിത് കാണുക. നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോൾവ് ചെയ്യുക. വീണ്ടും സോൾവ് ചെയ്ത് പഠിക്കുന്നതിലൂടെ അതിന്റെ മൂവ്സ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ പറ്റും. അപ്പൊ മോള് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഇത് സോൾവ് ചെയ്ത് തരാൻ പറയും. നമുക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടില്ല. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു വെബ്സൈറ്റ്. അപ്പൊ ഉപകാരപ്പെടുന്നു തോന്നുന്നു. അപ്പോൾ ഈ റുബിക്സ് ക്യൂബ് കൊണ്ട് കളിക്കുന്ന അവരോട് നിങ്ങൾക്കും സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അവർ സോൾവ് ചെയ്ത് പഠിക്കട്ടെ. ഓക്കെ, ബൈ.